ഒരു ലിസണർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വിറ്റ്നസ് ആവണം എന്നാ. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു സാക്ഷിയാവുക. അപ്പോൾ നമ്മൾ കോടതിയിൽ ഒരു സാക്ഷി ഉണ്ടാവും, അവിടെ അതേപോലെ വക്കീലുമാരുണ്ടാവും, കൂടാതെ അവിടെ ജഡ്ജും ഉണ്ടാവും. അവിടെ സാക്ഷി എന്താ ചെയ്യുന്നുണ്ടാവുക? സാക്ഷി അവിടെ വന്നിട്ട് ഇവർ ചോദിക്കും ഇതൊക്കെ സംഭവിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ ആളെന്ത് ചെയ്യും? അത് സമ്മതിച്ചു എന്ന് പറഞ്ഞ് എഗ്രി ചെയ്യും. അവിടെയുള്ള ജഡ്ജ് എന്താ ചെയ്യുന്നുണ്ടാവുക? അപ്പോൾ ജഡ്ജി ഒന്നുകിൽ അവിടെ ഇവർ പറയുന്ന കാര്യത്തിൽ പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ആ കേസ് അങ്ങ് തള്ളിക്കളന്നുണ്ടാവും അല്ലേ. ഒന്നുകിൽ ഒരു പോസിറ്റീവ് വിധി കൊടുക്കും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വിധി കൊടുക്കും, അല്ലെങ്കിൽ തള്ളു. ഈ മൂന്ന് കാര്യം ആര് ചെയ്യണം? ജഡ്ജ് ചെയ്യണം. സാധാരണ കേസിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ജഡ്ജിൻ്റെ പണിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ ആരെങ്കിലും നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ അവൻ പറയുന്നത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ അവൻ പറയുന്നത് എന്ത് ചെയ്യും? നമ്മൾ എതിർക്കും, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കും. മിണ്ടാതിരിക്കുക മീൻസ് രണ്ടും അംഗീകരിക്കാതെ ന്യൂട്രലായിട്ട് കിടക്കും. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു ലിസണർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു വിറ്റ്നസ് ആവണം. ഈ ജഡ്ജിക്ക് ഒരു പ്രശ്നം കൂടിയുണ്ട്. ജഡ്ജി എന്ത് ചെയ്യും? കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ തിരിച്ച് അതിൻ്റെ അഡ്വൈസുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങും. അപ്പോൾ നമ്മളിൽ ആരെങ്കിലും ഒരു കാര്യം കേട്ട ഉടനെ തന്നെ അഡ്വൈസുകൾ പറയുന്ന ആളുകളാണെങ്കിൽ അവർ നല്ലൊരു ലിസണറല്ല. ഒന്നാമത്തെ സീക്രട്ട് ലിസണിങ് സ്റ്റാർട്ട് വിത്ത് എമ്പതി എന്നാണ്. ഇത് നമ്മുടെ റിയൽ ലൈഫിലും കൂടാതെ നമ്മുടെ സെയിൽസിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഒരു കാര്യം പറയുന്നതിലല്ല കാര്യം, അത് നമ്മൾ ഹാബിറ്റ് ആക്കുമ്പോൾ. അപ്പോൾ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു ലിസണർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഹാബിറ്റ് ആകുമ്പോഴാണ് നമ്മൾ എന്താവുക? നല്ലൊരു ലിസണർ ആവുക. കേൾക്കുക എന്നുള്ളതല്ല, നമ്മൾ ഹാബിറ്റാക്കി മാറ്റുക. ഹാബിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് എങ്ങനെ സംഭവിക്കും? അൺകോൺഷ്യസ് മൈൻഡിൽ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വണ്ടി ഓടിക്കുന്ന സമയത്ത്, കാർ ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം, പഠിക്കുന്ന സമയത്ത് ഗിയറിൻ്റെ മുകളിൽ നോക്കേണ്ടിയിരുന്നു അല്ലേ. ഫസ്റ്റ് സെക്കൻഡൊക്കെ എങ്ങോട്ടാണ് നമ്മളിങ്ങനെ നോക്കിയായിരുന്നു. ഇപ്പോൾ ആ പഠിച്ചതിന് ശേഷം കാർ ഓടിക്കുന്ന ആളുകൾ കാർ ഓടിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പുറത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അറിയാതെയാണ് ഈ ഗിയർ എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ആവുന്നത്. അവിടെ നമുക്ക് അൺകോൺഷ്യസ് മൈൻഡിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പണി നടക്കുന്നത്. അപ്പോൾ ഹാബിറ്റായി കഴിഞ്ഞാലുള്ള ഗുണം എന്താ? ഏതൊരു കാര്യവും അൺകോൺഷ്യസ് മൈൻഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അറിയാതെ ചെയ്യാൻ പറ്റും. അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് വളരെ കൂടുതലായിരിക്കും.